തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കുമെന്ന വിലയിരുത്തലുകൾ പല രൂപത്തിലും വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വിജയങ്ങൾ കൊയ്യാൻ പോവുക അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കുന്ന രാഷ്ട്രീയ കക്ഷി അത് ഒരുപക്ഷെ മുസ്ലിം ലീഗ് ആയിരിക്കും. ചരിത്രത്തിൽ മുസ്ലിം ലീഗിന് ഏറ്റവും അധികം MLA-മാരുണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് ഇതാകുമെന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ വാക്കുകൾ. സാമുദായിക ധ്രുവീകരണമല്ല, സർക്കാരിനെതിരായ വികാരമാണ് പ്രതിഫലിക്കുക. മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കാൻ ആലോചിച്ചിട്ടില്ല. എന്നാൽ MLA-മാരുടെ എണ്ണത്തിനനുസരിച്ച് മന്ത്രിമാരുണ്ടാകും. അത് എത്രയായിരിക്കുമെന്നത് മുന്നണി തീരുമാനിക്കും. ഇതാണ് PMA സലാമിന്റെ വാക്കുകൾ. നമുക്ക് ആദ്യം ആ PMA സലാമിന്റെ വാക്കുകൾ കേൾക്കാം, അതിനുശേഷം അതിന്റെ രാഷ്ട്രീയം പരിശോധിക്കാം. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമാണ് നമ്മോടൊപ്പം ചേരുന്നത്. സലാംക്ക, മുസ്ലിം ലീഗ് ഇതുവരെ ഇല്ലാത്തൊരു വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ പോളിംഗ് ശതമാനം വന്നതിന് ശേഷം എന്നാണ് കേൾക്കുന്നത്. എത്ര സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്? പരമാവധി സീറ്റുകളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗിന് MLA-മാരുണ്ടാകുന്ന ഒരു കാലഘട്ടം ഇതായിരിക്കും. അത്രത്തോളം വിജയസാധ്യതയാണ്. ഞങ്ങൾ കാൻഡിഡേറ്റിനെ നിശ്ചയിക്കുമ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യം, പ്രവർത്തനങ്ങളുമായി ബൂത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ജനങ്ങളുമായി സംവദിച്ചപ്പോൾ കൂടുതൽ ഉറപ്പായി. പോളിംഗ് ആയതോടുകൂടി കൂടുതൽ വലിയ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ടാകാൻ സഹായിച്ചിട്ടുണ്ട്. UDF എത്ര സീറ്റ് കിട്ടും? 100+ ആണല്ലോ UDF-ന്റെ നേരത്തെയുള്ള നിലപാട്. അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകേണ്ട ഒരു സാഹചര്യം കേരളത്തിലില്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ഉണ്ടാക്കിയപ്പോൾ അന്ന് പ്രധാനമായിട്ടും വിലയിരുത്തൽ വന്നത് ഒരു ധ്രുവീകരണം സംഭവിച്ചിട്ടുണ്ട്. സാമുദായിക ധ്രുവീകരണം എന്ന് ഇടതുപക്ഷം പറയുന്ന അത്തരത്തിലൊരു ധ്രുവീകരണം സംഭവിച്ചിട്ടുണ്ടെന്ന് അത് ഇത്തവണ ഉണ്ടാവുമെന്ന് കരുതുന്നു. ഇല്ല, സാമുദായിക ധ്രുവീകരണമൊന്നുമല്ല കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഭരണത്തോടുള്ള പ്രതിഷേധമാണ്. 10 വർഷമായി കേരള ജനത അനുഭവിക്കുന്ന ആ ദുരിതങ്ങളാണ് അവരെ ഈ ഗവൺമെൻറ് പോകണം എന്ന് തീരുമാനിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ടുണ്ടാകും. ഒരു സംശയമില്ല. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉണ്ടായതിനേക്കാൾ കൂടുതലുണ്ടാകും. ആ കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് കൂടുതലുള്ളത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ, സഖാവ് പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരും ഈ പാർട്ടിയെ രക്ഷപ്പെടുത്തണമെങ്കിൽ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം എന്ന് വിശ്വസിക്കുന്നവരുമായ കമ്മ്യൂണിസ്റ്റുകൾ UDF-ന് വോട്ട് ചെയ്യും. അതുകൊണ്ട് പാർട്ടി ഗ്രാമങ്ങളടക്കം, കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങൾ ഉൾക്കൊള്ളുന്ന മണ്ഡലങ്ങളടക്കം UDF ജയിക്കും. അങ്ങ് പറഞ്ഞിരുന്നു SDP ഇടതുപക്ഷമായിട്ട് കൂട്ടുകെട്ട് പല മണ്ഡലങ്ങളും ഉണ്ടെന്ന്. അത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ? സംഘടനാപരമായിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും. പക്ഷേ വോട്ടർമാർ, ജനങ്ങൾ, അവരോടൊപ്പം നിൽക്കുന്നവർ വോട്ട് ചെയ്യില്ല. ഇന്നലെ വരെ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് മാറ്റിപ്പറയുന്നത് എന്ന് അണികളെ ബോധ്യപ്പെടുത്താൻ ഒരു സംഘടനയ്ക്ക് കഴിയണ്ടേ. അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു ഫലവും ഉണ്ടാവില്ല. ജനങ്ങൾ ഗവൺമെൻറ്റിനെതിരെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചർച്ചയാവുന്നൊരു കാര്യം ആര് മുഖ്യമന്ത്രിയാകുമെന്നുള്ള ചോദ്യമാണ്. എന്താണ് അങ്ങയുടെ ഒരു മനസ്സിൽ ആരായിരിക്കും? കോൺഗ്രസിൽ ആരെങ്കിലും ആവുന്ന ഉറപ്പാണ്, എന്നാലും ആർക്കാണ് സാധ്യത? UDF-ന്റെ ഒരു MLA ആയിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി. അന്ന് പറഞ്ഞു തന്നെയാണല്ലോ. എന്നാലും ഒരുപാട് നല്ല പേരുകളുണ്ട്. VD സതീശനാവട്ടെ, ധാരാളമുണ്ട്. ജയിച്ചു വരുന്ന MLA-മാർ മുഴുവൻ മുഖ്യമന്ത്രിയാകാൻ യോഗ്യരാണ്. അത് കോൺഗ്രസിനാണല്ലോ മുഖ്യമന്ത്രി പദം. കോൺഗ്രസ് ഒരാളെ തീരുമാനിക്കും, മുന്നണി അത് അംഗീകരിക്കും. ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടും. ഞങ്ങളത് ആവശ്യപ്പെട്ടില്ലല്ലോ. കിട്ടുമെന്ന് ചോദിക്കാൻ ഞങ്ങളത് ആവശ്യപ്പെട്ടിട്ടില്ല, ആവശ്യപ്പെടാൻ തീരുമാനിച്ചിട്ടില്ല, ആലോചിച്ചിട്ടില്ല ഇതുവരെ. എത്ര മന്ത്രിമാരുണ്ടാവും സാധ്യത? അത് MLA-മാരുടെ എണ്ണത്തിനനുസരിച്ച് UDF കൂടി ചേർന്ന് തീരുമാനിക്കും. 5 മന്ത്രി ഉണ്ടാവും. 5, 6, 7, 8 ഒക്കെ ആവാം. പക്ഷേ MLA-മാരുടെ എണ്ണത്തിനനുസരിച്ച് എല്ലാ ഘടകകക്ഷികളും തമ്മിൽ ഇരുന്ന് വീതിച്ചെടുക്കും. അതായത് 20-ലേറെ MLA-മാരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും 5-ാം മന്ത്രിക്ക് സാധ്യതയുണ്ട്. അല്ല, കണക്കൊക്കെ നിങ്ങൾ കൂട്ടിക്കോ. ഞങ്ങളിപ്പോൾ കണക്കൊന്നും കൂട്ടുന്നില്ല, ഡിമാൻഡും ഇല്ല. മുസ്ലിം ലീഗിന് ഒരു ഡിമാൻഡും ഇപ്പോൾ ഇല്ല. ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം UDF ചേർന്നിട്ട് ഞങ്ങൾ പൊതുവായി ഒരു തീരുമാനം എടുക്കും. കൊടുക്കലും വാങ്ങലൊന്നുമില്ല. ഞങ്ങൾ യോജിച്ചിരുന്നിട്ട് ഒരു തീരുമാനം എടുക്കും. അതാണ് UDF-ന്റെ ഒരു രീതി. അതിൽ ഈ MLA-മാരുടെ എണ്ണം എന്ന് പറയുമ്പോൾ പലതവണ മത്സരിച്ചവരും ആദ്യം മത്സരിച്ചവരൊക്കെ സ്വാഭാവികമായിട്ടും എത്തുമല്ലോ. മന്ത്രിസ്ഥാനം ആർക്കൊക്കെ കൊടുക്കുന്നുള്ള കാര്യത്തിൽ എങ്ങനെയൊക്കെ ഒരു പരിഗണന വരിക? സീനിയോറിറ്റിയോ മാത്രമായിരിക്കും? അല്ല, അത് പാർട്ടി തീരുമാനിക്കും. അത് മന്ത്രിമാരുടെ എണ്ണവും മന്ത്രിസഭാ അംഗങ്ങളുടെ എണ്ണവും മുഖ്യമന്ത്രിയൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഞങ്ങളുടെ മന്ത്രിമാർ ആരാണെന്ന് തീരുമാനിക്കേണ്ടി വരും. അപ്പോഴല്ലേ റിസൾട്ട് വന്നിട്ടല്ലേ തീരുമാനിക്കാൻ പറ്റൂ. അപ്പോൾ തീരുമാനിച്ചാൽ ആരെങ്കിലും ജയിക്കാതെ പോയാലോ? അപ്പോൾ അതുകൊണ്ട് റിസൾട്ട് വന്നതിന് ശേഷം കൃത്യമായി ഇപ്പോൾ MLA സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച പോലെ
ഒരു പ്രശ്നമില്ലാതെ തീരുമാനം. സർപ്രൈസ് വിസ്മയം. ഇപ്പോൾ ഒരു ട്രെൻഡ്, വിസ്മയത്തിന്റെ ട്രെൻഡാണ്. അത് അവിടെയും ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. എന്താണെങ്കിലും വിസ്മയമാണ് ട്രെൻഡ്. UDFന്റെ ഫലം വിസ്മയിപ്പിക്കുന്നതാകും. അതിനുശേഷം ലീഗിന്റെ പ്രഖ്യാപനങ്ങളും വിസ്മയിപ്പിക്കുന്നതാകുമെന്നാണ് PMS സലാം വ്യക്തമാക്കുന്നത്. CV അനുമോദ്, ന്യൂസ് 18. എന്താണ് ലീഗിന്റെ നീക്കം നമുക്ക് പരിശോധിക്കാം. CV അനുമോദ് തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനുമോദ്, ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരിട്ട് സലാം കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ അതിനപ്പുറം അതിനുള്ളിൽ ഒരു രാഷ്ട്രീയമുണ്ട്. കാരണം 2011 ഉമ്മൻചാണ്ടി സർക്കാരിൽ 5 മന്ത്രിമാരുണ്ടായിരുന്നു. 5-ാം മന്ത്രി വിവാദകാലം നമുക്ക് ഓർമ്മയുണ്ട്. ഇനി വരാനിരിക്കുന്ന UDF മിനിസ്ട്രി ആണെങ്കിൽ സ്വാഭാവികമായി ലീഗ് MLA-മാരുടെ എണ്ണം കൂടും. അവർക്ക് കൂടുതൽ അവകാശവാദങ്ങൾ സ്വാഭാവികമായും ക്ലെയിം ചെയ്യാം. മുന്നണിയെ പ്രതിസന്ധികളൊന്നും ആക്കില്ലെന്ന് പുറമേക്ക് പറയുന്നുണ്ടെങ്കിലും 5+ മന്ത്രിസ്ഥാനം ഉറപ്പായും ലീഗിന് കൊടുക്കേണ്ടി വരും ഒരു UDF മിനിസ്ട്രി ഉണ്ടായാൽ. എന്താണ് ലീഗിൻ്റെ നീക്കങ്ങൾ? ഏത് തരത്തിലേക്കാണ്? പുറമേക്ക് പ്രശ്നങ്ങളില്ലെന്ന് അവകാശപ്പെടുമ്പോഴും ലീഗിൻ്റെ ആലോചനകൾ എങ്ങനെയാണ്? സജിത്ത്, 2011 20 MLA-മാർ ലീഗിലുണ്ടായ സമയത്താണ് അവർ 5-ാം മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടത്. അന്നത് 5-ാം മന്ത്രിയെ പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ചതാണ്, അതുകൊണ്ട് വേണമെന്ന് പ്രഖ്യാപിച്ച് നേടിയെടുത്ത ഒരു ചരിത്രമുണ്ട്. വലിയ രാഷ്ട്രീയത്തിൽ UDF രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു വിവാദമായ സംഭവം കൂടിയാണ്. ഇന്നത്തേക്ക് വരുമ്പോൾ ഇത്തവണ 20-ലേറെ സീറ്റുകൾ ഉണ്ടാകുമെന്ന് മുസ്ലിം ലീഗ് ഉറപ്പിച്ച് പറയുമ്പോൾ കഴിഞ്ഞ തവണ ലഭിച്ച 5-ാം മന്ത്രി സ്ഥാനം ഉറപ്പായും ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. നിലവിൽ 4 എന്നൊക്കെ പറയുകയാണെങ്കിലും MLA-മാരുടെ എണ്ണത്തിനനുസരിച്ച് അതിൽ ആനുപാതികമായ വർധന ഉണ്ടാകുമെന്ന് ലീഗ് പ്രതീക്ഷിക്കുന്നു. അതായത് ഏറ്റവും ചുരുങ്ങിയത് 5 മന്ത്രിമാരെങ്കിലും ഉണ്ടാകും. അതല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ന തരത്തിൽ തന്നെയാകും ചർച്ചകൾ മുന്നോട്ട് പോവുക. നമുക്കറിയാം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഇത്തവണ 27 സീറ്റുകളിൽ ഭൂരിഭാഗവും വിജയിക്കാനാകുമെന്നൊരു കണക്കൂട്ടൽ അവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിന് ആനുപാതികമായിട്ട് പ്രത്യേകിച്ച് ഘടകകക്ഷികൾ MLA-മാരിൽ ഘടകകക്ഷി പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റുള്ള പാർട്ടി മുസ്ലിം ലീഗ് ആണെന്നിരിക്കെ സ്വാഭാവികമായിട്ടും അവരതിന് കൂടുതൽ അവകാശവാദം ഉന്നയിക്കുക തന്നെ ചെയ്യും. കേരള കോൺഗ്രസിൻ്റെ MLA-മാരുടെ അനുസരിച്ച് എത്ര മന്ത്രിമാരെന്നത് കണക്ക് വെക്കുമ്പോൾ ആനുപാതികമായിട്ട് ലീഗും അതേ കണക്കിലേക്ക് പോകും. അതായത് 20 MLA-മാരുണ്ടെങ്കിൽ 5 മന്ത്രിമാർ എന്ന ആവശ്യത്തിലേക്ക് ലീഗ് കടക്കുമെന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. കാരണം 2011 അങ്ങനെയാണ് അലോട്ട്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ അത് നിലനിർത്തുക, അല്ലെങ്കിൽ 20-ലേറെ മന്ത്രിമാരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആനുപാതികമായിട്ട് മറ്റേതെങ്കിലും സ്ഥാനങ്ങൾ, അത് UDF ഭരണത്തിലെത്തുകയാണെങ്കിൽ സ്ഥാനങ്ങൾ ചോദിച്ചു വാങ്ങുക എന്നുള്ള തരത്തിലേക്കാവും കാര്യങ്ങൾ നീങ്ങുക. എന്താണെങ്കിലും ലീഗിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമുണ്ട്. ഇത്തവണ മലബാറിൽ വലിയ ഒരു മുന്നേറ്റം നടത്താനാകും. തെക്കൻ കേരളത്തിൽ കളമശ്ശേരി അടക്കം തിരിച്ചു പിടിക്കാനാകുമെന്ന ഒരു കണക്കൂട്ടൽ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന തരത്തിൽ UDF-ൽ അത് വലിയ വിജയിച്ചു കയറുന്ന UDF ആണെങ്കിൽ UDF-ൽ അത് വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കും. ലീഗിനെ പിണക്കാൻ കഴിയുകയില്ല. കാരണം ഏറ്റവും അധികം MLA-മാരുള്ളൊരു പാർട്ടി ഘടകകക്ഷിയിൽ മുസ്ലിം ലീഗ് ആകുമ്പോൾ കോൺഗ്രസിന് അത് സംബന്ധിച്ച് വിട്ടുവീഴ്ച വേണ്ടി വരും. സ്വാഭാവികമായിട്ടും ലീഗിൻ്റെ ക്ലെയിം അംഗീകരിച്ചു കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യും. ഇതൊക്കെ വളരെ നയപരമായിട്ട് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ലീഗിൻ്റെ വിലയിരുത്തലുള്ളത്. ഒരു പക്ഷേ ഈ ഒരു മന്ത്രിസ്ഥാനം കൂടുതൽ നൽകാനാവില്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ന തരത്തിലേക്ക് സെറ്റിൽമെൻറ്റ് മാറുമോ എന്നുള്ളതാണ് നമ്മളിനി കണ്ടറിയേണ്ടത്. സജിത്ത്, അനുമോദ്, ഈ ലീഗിൻ്റെ അവകാശവാദങ്ങൾ ഒരുപക്ഷെ സാങ്കേതികമായി എല്ലാം ശരിയാണെങ്കിലും ലീഗിൻ്റെ വാദങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നതിന് കേരളത്തിൻ്റെ ഒരു കമ്മ്യൂണൽ സിറ്റുവേഷനും പൊതുസ്ഥിതിയും പലപ്പോഴും തടസ്സമാവാറുണ്ട്. 5-ാം മന്ത്രി വാദത്തിലടക്കം പ്രതിഫലിച്ചതും അത് കാരണം ആണ്. 5-ാം മന്ത്രി സ്ഥാനം ഒരു വശത്ത് ലീഗിന് നേട്ടമായി മാറിയപ്പോൾ മറുവശത്ത് UDF വേറെ പേരുദോഷം കേൾക്കേണ്ടി വരികയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ. അപ്പോൾ ഈ ഇക്വേഷൻസ് പാലിക്കുക ഒരു വെല്ലുവിളിയാണ്. അത് എത്ര കണ്ടുണ്ടാവുമെന്ന് കരുതാം. പക്ഷേ അവിടെയും അവശേഷിക്കുന്ന ഒരു കാര്യം, UDF-ന് ഒരു വമ്പൻ വിജയം ഉണ്ടാകുമെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഘടകമാവുന്നത് മലബാറിലെ പ്രത്യേകിച്ച് ഈ മുസ്ലിം ന്യൂനപക്ഷ മേഖലകളിൽ അവർക്കുണ്ടാക്കാൻ പോകുന്ന, അങ്ങനെ ഉണ്ടാകുമെന്ന് കരുതുന്ന ഒരു മുന്നേറ്റമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടതുമാണ്. ആ മുന്നേറ്റം ഉണ്ടായാൽ സ്വാഭാവികമായും കമ്മ്യൂണലിക്കേഷൻ എന്ന കാരണങ്ങളൊക്കെ പറഞ്ഞ് ലീഗിന് അവകാശപ്പെട്ട അല്ലെങ്കിൽ ലീഗിൻ്റെ അവകാശവാദങ്ങളെ തടസ്സപ്പെടുത്താൻ കഴിയാതെ പോകുമല്ലോ. അത് വളരെ കരുതലിലുള്ള ഒരു നീക്കം ആ സമയത്തുണ്ടാകുമെന്ന് കരുതണം. തീർച്ചയായും സജിത്ത് സൂചിപ്പിച്ചതുപോലെ 2011 മുസ്ലിം ലീഗിന് 5-ാം മന്ത്രി സ്ഥാനം നൽകിയതാണ് UDF-ന് തിരിച്ചടി ഉണ്ടാക്കിയതെന്നൊരു വിലയിരുത്തൽ പൊതുവെ നമ്മൾ കാണാറുണ്ട്. അതായത് ക്രൈസ്തവ മേഖലയിൽ നിന്ന് കോൺഗ്രസിനുണ്ടായിരുന്ന ഒരു പിന്തുണ
അത് UDF ലീഗിന് വഴങ്ങിക്കൊടുക്കുന്നു കൂടുതലായും എന്ന ആക്ഷേപം മുൻനിർത്തിക്കൊണ്ട് ക്രൈസ്തവ മേഖലയിൽ നിന്ന് അത്തരത്തിലൊരു വലിയ ആക്ഷേപം ഉയരുകയും UDF അത് തിരിച്ചടിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പുകളൊക്കെ 2016 തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ ചർച്ചയായതാണ്. തുടർഭരണം ഈ LDF തിരിച്ചു വന്നപ്പോൾ അത് മധ്യ കേരളത്തിലൊക്കെ ഈ കേരള കോൺഗ്രസിൻ്റെ സീറ്റുകളുടെ എണ്ണത്തിൽ വന്ന വ്യത്യാസവും ക്രൈസ്തവ വിഭാഗങ്ങൾ UDF നകലുന്നതൊക്കെ ഈ മുസ്ലിം ലീഗിൻ്റെ 5ാം മന്ത്രിസ്ഥാനം കാരണമാണെന്നൊരു വിലയിരുത്തലുണ്ട്. കാരണം UDF മുസ്ലിം ലീഗിൻ്റെ നിയന്ത്രണത്തിലാകുന്നു, മുസ്ലിം ലീഗിന് കൂടുതൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു അല്ലെങ്കിൽ അവർക്ക് വഴങ്ങിക്കൊടുക്കുന്നു എന്നൊരു ആക്ഷേപം വലുതായിട്ട് ഉയർന്നു. BJP ഒക്കെ പിന്നീട് അതാണ് ഏറ്റവും കൂടുതൽ അവരുടെ പ്രചരണത്തിന് ഉപയോഗിച്ച വിഷയവും. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ സ്വാഭാവികമായിട്ടും UDF-ന് ഉണ്ടാകും. കോൺഗ്രസിന് മുസ്ലിം ലീഗിനെ പിണക്കാനും വയ്യ, എന്നാൽ ക്രൈസ്തവ വിഭാഗങ്ങൾ അവരെ കൂടെ നിർത്തുകയും വേണം എന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മുസ്ലിം ലീഗ് തന്നെ അവരുടെ പ്രതിച്ഛായ മുൻനിർത്തി ചില വിട്ടുവീഴ്ചകൾ തയ്യാറാകുമെന്നാണ് കരുതേണ്ടത്. കാരണം ലീഗിൻ്റെ ഒരു ശൈലി അങ്ങനെയാണ്. പക്ഷെ പകരം അവർ ചിലത് ആവശ്യപ്പെടും. മന്ത്രിസ്ഥാനം കൂടുതൽ വേണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാലും ഉപമുഖ്യമന്ത്രിസ്ഥാനം, അതുമല്ലെങ്കിൽ ഒരുപക്ഷെ പാർലമെന്റിലേക്കുള്ള സീറ്റ്, രാജ്യസഭാ സീറ്റ്, അങ്ങനെ പല വാഗ്ദാനങ്ങളിലേക്ക് അല്ലെങ്കിൽ പല ആവശ്യങ്ങളിലേക്ക് ലീഗ് മുന്നോട്ട് നീങ്ങും. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് വീണ്ടും ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴിപ്പെടുന്ന ഒരു സാഹചര്യം വരിക തന്നെ ചെയ്യും. എന്നിങ്ങനെയാണെങ്കിലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരുടെ വിജയ ശതമാനം കേരളത്തിലെ മറ്റേത് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ കൂടുതലുള്ളതാണ്. സ്വാഭാവികമായിട്ടും UDF-ന് അത് അംഗീകരിക്കേണ്ടി വരും. പക്ഷേ സാമുദായികമായിട്ടുള്ള മറ്റു വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വന്ന അല്ലെങ്കിൽ UDF-നെതിരെ ഉയർന്ന ആരോപണങ്ങൾ അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ചില മുൻകരുതൽ സ്വീകരിക്കാൻ കോൺഗ്രസ് നിർബന്ധിതരാകും. പക്ഷേ ലീഗുമായി സമവായത്തിലേക്ക് എത്തുന്ന തരത്തിൽ തന്നെയാകും കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്ന് തന്നെ വേണം വിലയിരുത്തുവാൻ. കാരണം ലീഗിനെ സംബന്ധിച്ച് ഈ തവണ ഭരണത്തിലേറേണ്ടത് വലിയ ഒരു അനിവാര്യതയാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ ക്ലെയിമുകളൊക്കെ മുന്നോട്ട് വയ്ക്കും. തുടർന്ന് മുന്നണിക്ക് വേണ്ടി ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു കാര്യം പറയും. പക്ഷേ അപ്പോഴും അവർക്ക് അവകാശപ്പെട്ടത് അവർ നേടിയെടുക്കാൻ പലതര സമ്മർദ്ദങ്ങളും കയറ്റും. മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ ആനുപാതികമായിട്ടുള്ള മറ്റെന്തെങ്കിലും എന്നൊരു കാര്യം തന്നെയായിരിക്കും ലീഗ് മുന്നോട്ട് വയ്ക്കുക. സജിത്ത്. യെസ്, എന്തായാലും ലീഗിന്റെ നീക്കം അത് തന്നെയായിരിക്കും. എന്തായാലും കാത്തിരിക്കണം. UDF മിനിസ്ട്രി വരികയാണെങ്കിൽ ലീഗിന്റെ നീക്കം എന്താണ്, ലീഗിന് എന്താണ് പരിഗണന കിട്ടുന്നത് എന്ന കാര്യം കൂടുതൽ ശക്തമായ ചില പ്രതികരണങ്ങളൊക്കെ ആ സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.